എറണാകുളം തൃക്കാക്കരയിൽ എൻസിസി ക്യാമ്പിൽ അതിക്രമിച്ചു കയറി സൈനികനെ മർദ്ദിച്ചവരെ തിരിച്ചറിഞ്ഞെന്ന പോലീസ്. ക്യാമ്പിൽ എത്തിയ ആളുകളുടെ കൂടുതൽ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ആക്രമണം നടത്തിയവരെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നും തൃക്കാക്കര ACP അറിയിച്ചു. തൃക്കാക്കര KMM കോളേജിൽ നടന്നുവന്ന NCC ക്യാമ്പിൽ അതിക്രമിച്ചു കയറിയ ആളുകളിൽ ചിലരെ തിരിച്ചറിഞ്ഞതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ക്യാമ്പ് കമാൻഡന്റ് ലഫ്റ്റനന്റ് കേണൽ കർണയിൽ സിംഗിനെ മർദ്ദിച്ച ആളുകളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർക്കെതിരെ ഉടൻ നടപടിയെടുക്കുമെന്ന് തൃക്കാക്കര ACP അറിയിച്ചു. ക്യാമ്പിൽ പ്രശ്നമുണ്ടാകുമ്പോൾ വിദ്യാർത്ഥികളിൽ ചിലരുടെ രക്ഷിതാക്കളും സ്ഥലത്തുണ്ടായിരുന്നു. ഇവരെ തിരിച്ചറിയാൻ ക്യാമ്പിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഈ മാസം 23-നായിരുന്നു NCC ക്യാമ്പിൽ CPM പ്രവർത്തകർ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയത്. ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായെന്ന പരാതിയിൽ ചില വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് കാര്യങ്ങൾ അന്വേഷിക്കാനെന്ന വ്യാജേന ഇവിടെയെത്തിയ CPM നേതാക്കൾ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. പെൺകുട്ടികളുടെ മുറിയിൽ കടന്ന് പരിശോധന നടത്തിയ DYFI ജില്ലാ കമ്മിറ്റി അംഗം ഭാഗ്യലക്ഷ്മിക്കെതിരെ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു. സൈനികനെ മർദ്ദിച്ച സംഭവത്തിൽ പരാതി നൽകിയെങ്കിലും പ്രതികൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. പോലീസ് അലംഭാവത്തിനെതിരെ പ്രതിഷേധമുയർന്നതോടെയാണ് അക്രമം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കുമെന്ന വിശദീകരണം. കിരൺകുമാർ, ജനം, കൊച്ചി.